ഈ കരുമാടിക്കുട്ടന് സമീപത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ഒരു അത്ഭുതകരമായ കാര്യമുള്ള ഒരു ക്ഷേത്രമാണ്. ഇത് കണ്ടോ, ഇതൊരു പൂർണ്ണമായ പ്രതിമയല്ല. സുഹൃത്തുക്കളെ, ഞാനിപ്പോഴുള്ളത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിലെ കരുമാടിയിലാണ്. ഇവിടെ ഒരു ബുദ്ധ പ്രതിമയുണ്ട്. ഈ ബുദ്ധ പ്രതിമ അറിയപ്പെടുന്നത് കരുമാടിക്കുട്ടൻ എന്നാണ്. ഈ നാട്ടിൽ നിന്ന് തന്നെയല്ല, ലോകത്താകമാനം അറിയപ്പെടുന്നത് കരുമാടിക്കുട്ടൻ എന്നാണ്. ഒരുപാട് വിശേഷങ്ങളുണ്ട് ഈ കരുമാടിക്കുട്ടനെ കുറിച്ച്. ഇത് ആക്ച്വലി ഒരു ബുദ്ധപ്രതിമയാണ്. ഏകദേശം ഒരു 1500 വർഷത്തിന് മേൽ കാലപ്പഴക്കം നിർണ്ണയിച്ചിട്ടുള്ള ഒരു ബുദ്ധപ്രതിമയാണ്. ഇത് നമുക്ക് കരുമാടി ആറിൻ്റെ തീരത്തിൽ നിന്നാണ്, ഇത് മണ്ണിനടിയിൽ നിന്നാണ് കിട്ടുന്നത്. ഏകദേശം ഒരു 200 വർഷത്തിന് താഴെ ആയിട്ടുള്ള മണ്ണിനടിയിൽ നിന്ന് വിഗ്രഹം നമുക്ക് കിട്ടിയിട്ട്. ഇത് കരുമാടിയിലെ കുട്ടൻ എന്നാണ് അറിയപ്പെടുന്നത്. കരുമാടിക്കുട്ടൻ എന്ന് വേൾഡ് ഫേമസ് ആണ്. ലോകത്തെമ്പാടും അറിയപ്പെടുന്നത് കരുമാടിക്കുട്ടൻ എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് ഈ 1500 വർഷത്തെ കാലപ്പഴക്കം നിർണ്ണയിക്കുമ്പോൾ തന്നെ ഇതിനെ നമുക്ക് ഈ സ്ഥലം ശ്രീമൂലവാസം എന്നാണ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. അമ്പലപ്പുഴയ്ക്കും കരുനാപ്പള്ളിക്കും ഇടക്ക് ശ്രീമൂലവാസം എന്നാണ് ഈ സ്ഥലം അറിയപ്പെട്ടത്. ബുദ്ധമത വിശ്വാസികൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർത്തുള്ള ഏരിയ ആയിരുന്നു ഇത്. അപ്പൊ ഈ സ്ഥലത്തിന്റെ ആദ്യത്തെ പേര് ശ്രീമൂലവാസം എന്നാണ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷമാണ് ഈ കരുമാടി എന്നുള്ള നാടിന്റെ പേരാണ്. കുട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ പണ്ട് കാലത്തോട് കുട്ടൻ എന്ന് കൊണ്ടൊരു മോഷ്ടാവ് ഉണ്ടായിരുന്നാണ് പറയുന്നത്. അദ്ദേഹം ഈ അടുത്തുള്ള ക്ഷേത്രത്തിലെ ഉരുളിയും കെട്ടണ്ട് പോണ വഴിക്ക് ആറ് നീന്തി കിടക്കുന്ന സമയത്ത് പ്രതിമയായി പോയെന്നാണ് ഈ നാട്ടുകാരുടെ വിശ്വാസം. അതൊരു കഥ മാത്രമാണ്. അന്നേരം മണ്ണിനടിയിൽ നിന്ന് കിട്ടുമ്പോൾ കരുമാടി കുട്ടന്റെ പ്രതിമയായിട്ടാണ് അങ്ങനെ കഥ കൂടെ ഉണ്ട്. അതാണ് കുട്ടൻ എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ കരുമാടി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേരും കുട്ടൻ എന്നുകൊണ്ട് അങ്ങനെയാണ് കരുമാടി കുട്ടൻ എന്ന പേര് ഇതിന് വന്നത്. ആ മോഷ്ടാവിന്റെ പേര് കുട്ടൻ എന്നായിരുന്നു. അങ്ങനെയാണ് ഈ സ്ഥലം കരുമാടി, ഈ പ്രതിമ കരുമാടിക്കുട്ടൻ എന്ന് അറിയപ്പെടുന്നത് അതുകൊണ്ടാണ്. 1965-66 കാലഘട്ടത്തിൽ അന്നത്തെ ടിബറ്റിന്റെ ആത്മീയ ആചാരനായിട്ടുള്ള ദലൈലാമ സ്ഥലം സന്ദർശിച്ചിട്ടുള്ളതാണ്. അല്ല, അന്നത്തെ ആത്മീയ ആചാരനോട് എത്തിയിട്ടുള്ളതാണ്. അദ്ദേഹം കൊടുത്ത ഫണ്ട് കൊണ്ടാണ് ഈ പഗോഡ പണിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. കേരള സർക്കാരിന്റെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് ഇപ്പം ഈ പ്രതിമ നമ്മൾ സംരക്ഷിച്ചു പോരുന്നത്. ഇപ്പൊ അദ്ദേഹം അതിന്റെ ഒരു ഡ്യൂട്ടിക്കാരനായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെ ഉണ്ടാവും. ഡ്യൂട്ടി ഒരാളുണ്ടാവും. അവർ പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ഇപ്പൊ ഇത് സംരക്ഷണ സമരങ്ങളെ പെടുത്തി പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ഇപ്പൊ സംരക്ഷിച്ചു പോരുന്നത്. അത് നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം, നല്ല രീതിയിൽ സംരക്ഷണവും മറ്റു കാര്യങ്ങളും ഉണ്ട്. നമുക്കിപ്പോ ഈ പ്രതിമ രണ്ടായിട്ട് പൊട്ടിയിരിക്കണതിന്റെ കാര്യം പറയുന്നത്, പണ്ട് കാലത്ത് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ ആന ആറാട്ടിന് തകഴ്ക്ഷത്തിലേക്ക് വരണ വഴിക്ക് ഒരാള് ഇരിക്കണത് കണ്ട് ചവിട്ടി പൊട്ടിയെന്നൊരു കഥ കൂടെയുണ്ട്. അങ്ങനെയാണ് ഇത് പൊട്ടിപ്പോയെന്ന്, ഭാഗ്യമായിട്ട് പൊട്ടിയത് അങ്ങനെയാണെന്നാ പറയുന്നത്. അങ്ങനെയും പറയുന്നുണ്ട്. ഭാഗ്യമായിട്ട് പൊട്ടിയത് അതുകൊണ്ടാണെന്നാ പറയുന്നത്. അതല്ല, മണ്ണിനടിയിൽ നിന്ന് കിട്ടുമ്പോഴും പൊട്ടിയതായിരുന്നു എന്ന് പറയുന്നുണ്ട്. രണ്ടിനും നമുക്ക് തെളിവുകളൊന്നും തന്നെ ഇല്ല. തിരുവിതാംകൂർ രാജാവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ അറിവിലുള്ള കാര്യം. രാജാവിന്റെ കാലത്താണ് ഈ കൃഷിക്ക് വേണ്ടി നിലമൊരുക്കുന്ന സമയത്താണ് മണ്ണിനടിയിൽ നിന്നാണ് വിഗ്രഹം കിട്ടുന്നത്. ആ വിഗ്രഹമാണ് ഇവിടെ എടുത്ത് വെക്കുകയും നമ്മളിവിടുത്തെ നാട്ടുകാർ ഒരു ദൈവത്തിന്റെ പ്രതിരൂപമായി കണ്ടുകൊണ്ട് അവരവരുടേതായ രീതിയിലുള്ള ആചാരങ്ങൾ നടത്തി. എണ്ണ തേച്ച് കുളിപ്പിക്കുക, മുറുക്കാൻ അരച്ച് ചുണ്ടത്ത് തേച്ച് കൊടുക്കുക, കാണിക്കയിടുക, വിളക്ക് കത്തിക്കുക എന്നുള്ള ആചാരങ്ങളെല്ലാം ഇവിടെ നാട്ടിൽ ഇപ്പോഴും ചെയ്തു പോരുന്നുണ്ട്. ഇപ്പോഴും വിളക്കത്തിയും കാര്യങ്ങൾ ചെയ്തു പോരുന്നുണ്ട്. നിലവൊരുക്കുന്ന സമയത്ത് കിട്ടിയെന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ചിലർ പറയുന്നത് കായലിൽ നിന്ന് കിട്ടിയ മണ്ണ് റോബർട്ട് ബ്രിസ്റ്റോ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയതായിട്ടും പറയുന്നുണ്ട്. മറ്റേ നമ്മുടെ തോട് ആഴം കൂട്ടുന്ന സമയത്ത് അങ്ങനെ അദ്ദേഹം കണ്ടെത്തേണ്ട കാലത്ത് കണ്ടെത്തിയിട്ടും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കരുമാടിക്കുട്ടൻ്റെ വിശേഷങ്ങളൊക്കെ വിശദമായി അറിഞ്ഞു കഴിഞ്ഞു. ഈ കരുമാടിക്കുട്ടന് സമീപത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ഒരു അത്ഭുതകരമായ കാര്യമുള്ള ഒരു ക്ഷേത്രമാണ്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, ഈ കാണുന്നതാണ് കാമ്പൂരത്തുകാവൽ ക്ഷേത്രം. കരുമാടിക്കുട്ടന് സമീപത്തുള്ള ക്ഷേത്രം. വളരെയധികം ചരിത്രപ്രസിദ്ധമായ ഐതിഹ്യങ്ങളുള്ള ക്ഷേത്രമാണ്. ഇതിനടുത്തുള്ള ഒരു കളത്തട്ടാണ് ഇവിടം. ഇത് ധാരാളം ചരിത്രമുള്ള കളത്തട്ടാണ്. ഇതിൻ്റെ ചില വിശേഷങ്ങൾ നാട്ടുകാരനായ ചേട്ടനോട് നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഈ കളത്തട്ടിനെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ? ഇത് പുരാണത്തിലൊക്കെ ഉള്ളതാണ് ഈ കളത്തട്ട്. ഇതിനോട് ചേർന്ന് തന്നെ വേറൊരു കളത്തട്ട് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതെല്ലാം വീണ് എല്ലാം ദ്രവിച്ചു പോയി. അതിലിപ്പോൾ ശേഷിക്കുന്ന ഈ ഒരെണ്ണേ ഉള്ളൂ. അതെ. ഇവിടെ പല സിനിമ ഷൂട്ടിങ്ങുകളും നടന്നിട്ടുണ്ട്. ആയിരപ്പറ, പിന്നെ നസീറിന്റെ പടങ്ങളൊക്കെ ഉണ്ട്. പടത്തിന്റെ പേരൊന്നും അറിയില്ല. അനുഭവങ്ങളുണ്ട്.
പിന്നെ അങ്ങനെ കലാഭവൻ മണിയൊക്കെ വന്നിട്ട് ഇവിടെ ഷൂട്ടിംഗ് നടത്തിയിട്ടുണ്ട്. കരുമാടിക്കുട്ടൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. ഇവിടെ അത്രയും കാര്യങ്ങൾ നടന്നിട്ടുള്ള സാധനങ്ങളാണ്. ഇവിടെ ഒരുപാട് ഫോറിനേഴ്സൊക്കെ വന്നിട്ടുണ്ട്, ഇവിടെ ഇരുന്നിട്ടുണ്ട്. അവരൊക്കെ വന്ന് കണ്ടിട്ട് കേട്ടിട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അത് പ്രത്യേക ഭംഗിയാണ്. 2 ക്ഷേത്രങ്ങൾക്ക് നടുവിലാണല്ലോ ഇത്. അതായത് കുറച്ച് വിഷമമുണ്ട്. ഈ കളത്തിട്ട് ഇവിടുന്ന് റോഡ് പണി വരുമ്പോൾ ഇത് മാറ്റി വെക്കണമെന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. പക്ഷെ അത് നാട്ടുകാരെ അതിനെ എതിർത്തിട്ടുണ്ട്. അത് മാറ്റരുത്, മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ, പൊളിക്കുകയാണെങ്കിൽ തന്നെ ഇത് മാറ്റി വെച്ച് തരണം എന്നുള്ളൊരു ഇതാണ്. നാട്ടുകാർ സ്ട്രോങ് ആയിട്ടുണ്ട് ഉണ്ടെങ്കിൽ അവർ മാറ്റി വെച്ച് തരും. അതൊക്കെ അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ശരിയാക്കി തരാന്ന്. ഇത് സംരക്ഷിക്കേണ്ട ചരിത്ര സ്മാരകമാണ്. ഇതാണ് കരുമാടിയിലെ ശങ്കരനാരായണമൂർത്തി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് ഒരു അത്ഭുതകരമായ കാര്യമുണ്ട്. ഈ ക്ഷേത്രത്തിന് മുന്നിലെ ഈ കൽവിളക്ക് ചലിക്കുന്നു എന്നാണ് ഇവിടുത്തെ ഭക്തജനങ്ങൾ പറയുന്നത്. ഈ കൽവിളക്ക് അല്പം സ്ഥാനം മാറിയാണ് നിൽക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് ധാരാളം അന്വേഷണങ്ങളും ശാസ്ത്രീയ പരീക്ഷണങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ളതാണ്. ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഇത് ചലിക്കുന്നു എന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ വിശ്വാസം. ഈ ക്ഷേത്രത്തിന് നേരെ അല്ല ഈ കൽവിളക്കുള്ളത്. സാധാരണ ക്ഷേത്രത്തിൻ്റെ നടയ്ക്ക് നേരെയാണല്ലോ കൽവിളക്ക് ഉണ്ടാകേണ്ടത്. ഇത് ഈ ക്ഷേത്രത്തിൻ്റെ നടയ്ക്ക് നേരെ നിന്ന് വളരെ തെക്കോട്ട് മാറിയാണ് ഇതുള്ളത്. നമുക്ക് നേരെ നിന്ന് നോക്കിയാൽ തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും ധാരാളം പരീക്ഷണങ്ങളും അന്വേഷണങ്ങളും ഇതിനെ സംബന്ധിച്ച് നടക്കുന്നു. എങ്കിലും ഒന്നും ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് മറ്റൊരു വിശ്വാസമുള്ളത്, ഈ തെക്കോട്ട് ചലിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കൽവിളക്ക് തെക്കോട്ട് ചലിച്ച് ആ കാണുന്ന യക്ഷി അമ്പലത്തിന് സമീപത്തെത്തുമ്പോൾ ഈ ക്ഷേത്രത്തിലൊരു സ്വർണ്ണക്കൊടിമരം ഉണ്ടാകും എന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. നാട്ടുകാർ ഇപ്പോഴും ആ വിശ്വാസത്തിലാണ്. ഈ കൽവിളക്കിന് ചലനവുമുണ്ട്.